നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ നിരാശയുണ്ടാക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ്. കോൺഗ്രസിൻ്റെ മേലുള്ള പ്രവർത്തകരുടെ അവശേഷിക്കുന്ന ആത്മവിശ്വാസം കൂടി നഷ്ടപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞെടുപ്പ് വോട്ടട്ടിമറിക്കെതിരെയുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി കോൺഗ്രസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവരുടെ മുമ്പിലുള്ള ഏക വഴി വോട്ട് ചോരിയിൽ ഉറച്ചു നിൽക്കുക മാത്രമാണ്. എന്നാൽ ഇങ്ങനെ വോട്ട് ചോരി ആരോപണം ഉന്നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്തുകൊണ്ടാണ് ഉത്തമ ബോധ്യമില്ലാത്ത ഈ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാകുന്നു. കോൺഗ്രസിന് തെരഞ്ഞെടുപ്പുകൾ മത്സരിക്കാനുള്ള ധൈര്യമുണ്ടോ? വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് അതിന് ഒട്ടും ധൈര്യമുണ്ടാവില്ല. കാരണം യഥാർത്ഥത്തിൽ രാജ്യത്ത് വലിയൊരു ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നുവെന്നും എന്ത് സാഹചര്യത്തിലാണെങ്കിലും BJPയോടും സഖ്യകക്ഷികളോടുമാണ് രാജ്യത്തെ പൊതുവികാരം അനുകൂലമായി നിൽക്കുന്നത് എന്നും രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്കറിയാം. അവർ പക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപ് അതല്ല യാഥാർത്ഥ്യം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നെന്ന് മാത്രം. കഴിഞ്ഞ 11 വർഷം കൊണ്ട് RSSന്റെ ബ്രാൻഡ് അംബാസഡറായ നരേന്ദ്രമോദി ഇന്ത്യയിലെ വോട്ടർമാരെ ഹൈന്ദവവൽക്കരിക്കുന്നതിൽ വലിയ വിജയം കൈവന്നിരിക്കുന്നു. സെമറ്റിക് മതങ്ങളെ പോലെ സംഘടിതമല്ലാത്ത ഹിന്ദുമതം പലപ്പോഴും രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് പരമ്പരാഗതമായ അടിമത്ത നിലപാടിൻ്റെ തുടർച്ചയായാണ്. എന്നാൽ പതിയെ RSSന്റെ നേതൃത്വത്തിൽ BJP ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ച് അതിശക്തമായ അടിത്തറയിലേക്ക് മാറ്റിയതോടെ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറുകയും എല്ലായിടത്തും വേരുകൾ ആഴത്തിൽ പതിപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടാവാനുള്ള സാധ്യത കൽപ്പിച്ചിരുന്നെങ്കിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് മുതൽ പൂർണ്ണമായും BJPയുടെ ഒരു സർവാധിപത്യം രൂപപ്പെട്ടു വരികയാണ്. അതിൻ്റെ തുടർച്ചയാണ് ബീഹാറിൽ സംഭവിച്ചത്. ഇതിനി ആവർത്തിക്കുക മാത്രമേ ഉള്ളൂ, പുറകോട്ട് പോവില്ല എന്ന് വേണമെങ്കിൽ നിഗമനത്തിലെത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഒരു പതിറ്റാണ്ടിലധികമായി കോൺഗ്രസ് പാർട്ടിയുടെ അധികാരമേറ്റെടുത്ത രാഹുൽ ഗാന്ധിക്ക് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല. 2004 മുതൽ 2014 വരെ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടുകൂടി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ തുടർന്നത് സോണിയാഗാന്ധിയുടെ സംഘാടക മികവ് കൊണ്ടായിരുന്നു. 2014 സോണിയ തന്റെ ചെങ്കോൽ രാഹുൽ ഗാന്ധിയിലേക്ക് കൈമാറിയതിനു ശേഷം കോൺഗ്രസിന് ലഭിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. 14 ആ ഭയാനകമായ തോൽവി അതിന്റെ ഏറ്റവും വലിയ നാണം കെട്ട അവസ്ഥയിലേക്ക് 19 കൊണ്ടെത്തിച്ചു. 50 സീറ്റിലേക്കുള്ള കോൺഗ്രസിന്റെ വീഴ്ച ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. 2024 പക്ഷേ 100 സീറ്റിലേക്ക് ഉയർത്തി കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന ആത്മവിശ്വാസം പുനഃസ്ഥാപിച്ചു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് കൂടുതൽ ഊർജ്ജസ്വലത കൈവന്നു. എന്നാൽ അതിനുശേഷം 1 വർഷം തികയുമ്പോൾ കോൺഗ്രസ് സമ്പൂർണ്ണമായി സംസ്ഥാനങ്ങളിൽ നിന്നും മായുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്. കേന്ദ്രഭരണത്തിന് വേണ്ടി BJPക്ക് വോട്ട് ചെയ്യുന്നവരും സംസ്ഥാനത്ത് മറിച്ചു വോട്ട് ചെയ്തിരുന്ന സാഹചര്യം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടെ അസ്തമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മഹാരാഷ്ട്രയിലും ബീഹാറിലും സംഭവിച്ചത് കേവലം തോൽവിയല്ല, നേരെ മറിച്ച് സമ്പൂർണ്ണ നാശമായിരുന്നു. എന്താണ് കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇനി കോൺഗ്രസിന്റെ ഭാവി? കൃത്യമായി ഉത്തരം പറഞ്ഞത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ തന്നെയാണ്. ഹൈദരാബാദിൽ വെച്ച ഒരു ചടങ്ങിൽ ശശി തരൂർ പറഞ്ഞത് കോൺഗ്രസ് കൂടുതൽ ഇടതുപക്ഷമാവുന്നതാണ് കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി എന്ന്. മൻമോഹൻ സിംഗിന്റെ കാലത്ത് കോൺഗ്രസ് മധ്യഭാഗത്ത് നിലയുറപ്പിച്ചിരുന്നു. രാജ്യത്ത് സമാനതകളില്ലാത്ത മാറ്റത്തിന് തുടക്കമിട്ട സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവന്നത് നരസിംഹറാവുവും മൻമോഹൻ സിംഗുമാണ്. എന്നാൽ മൻമോഹൻ സിംഗ് പടിയിറങ്ങി മോദി അധികാരത്തിലെത്തിയപ്പോൾ മൻമോഹൻ സിംഗിനെ എതിർക്കാനല്ല ശ്രമിച്ചത്, മൻമോഹൻ സിംഗ് തുടർന്നിരുന്ന നയങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കാനാണ്. മോദിയും BJPയും മൻമോഹന്റെ നയങ്ങൾ ഏറ്റെടുത്തപ്പോൾ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ആ നയങ്ങൾക്കെതിരായി. മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ പോലും ആ നയത്തോട് യോജിപ്പുള്ള ആളായിരുന്നില്ല രാഹുൽ ഗാന്ധി. മൻമോഹൻ സിംഗ് മടങ്ങിയതോടെ രാഹുൽ തന്റെ ഇടത് ഇസ്ലാമിക രാഷ്ട്രീയം പുറത്തെടുത്തു. കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അമിതമായ ഇടത് രാഷ്ട്രീയമാണ്. ലോകമെമ്പാടുമുള്ള ഇടത് പാർട്ടികൾ ഇടത് നയങ്ങൾ കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് അത് ഉപേക്ഷിക്കുമ്പോൾ അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് രാജ്യമായി ചൈന സമ്പൂർണ്ണ മുതലാളിത്ത പാതയിലേക്ക് പോയി കഴിഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷത്തേക്ക് നീങ്ങി എന്നതാണ് ആ പാർട്ടി നേരിടുന്ന വെല്ലുവിളി. കാലഹരണപ്പെട്ട ഇടത് പ്രത്യയശാസ്ത്രമാണ് കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത്.
പുതിയ ലോകത്ത് അതിനെ വിളിക്കുന്നത് വോക്കിസം എന്നാണ്. ഇടത് ഇസ്ലാമിക നവലിബറൽ രാഷ്ട്രീയം കൊണ്ട് രാജ്യത്തെ ഒരിടത്തും എത്തിക്കാൻ കഴിയില്ല എന്ന് രാഹുലിനും കൂടെ നിൽക്കുന്നവർക്കും മനസ്സിലാവുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കേവലം ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായി മാറി. രാജ്യത്തെ 80% വരുന്ന ഹിന്ദു സമൂഹത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയുടെ താല്പര്യം സംരക്ഷിക്കാതെ ന്യൂനപക്ഷ താല്പര്യത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പിന്തുണച്ചിരുന്ന ഹിന്ദു വോട്ടർമാർ പോലും കൂറുമാറുകയാണ്. 11 വർഷം കൊണ്ട് പൊളിറ്റിക്കൽ ഹിന്ദുത്വയെ കൃത്യമായി ഹിന്ദു വിശ്വാസികളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നതുകൂടി കണക്കിലാക്കുമ്പോൾ ന്യൂനപക്ഷ പ്രീണനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു പോകുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അധിക ദൂരം മുമ്പോട്ട് പോകാൻ കഴിയില്ല. കേരളം പോലെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾക്ക് പ്രാമുഖ്യമുള്ള സംസ്ഥാനങ്ങളിലോ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന തമിഴ്നാട്ടിലോ ഒക്കെ ഒരുപക്ഷെ ഈ ന്യൂനപക്ഷ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയം നിലനിന്നു വരാം. എന്നാൽ 2 സംസ്ഥാനത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ ഭാവി സങ്കടകരമാണ്. തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തിയിരിക്കുന്നത് പ്രാദേശിക നേതൃത്വത്തിന്റെ മികവ് കൊണ്ടും അവരുടെ ജനങ്ങളെ മയക്കുന്ന പ്രഖ്യാപനങ്ങൾ കൊണ്ടുമാണ്. അത് സ്ഥായിയായ ഒരു രാഷ്ട്രീയ തീരുമാനമല്ല. ആ തീരുമാനം എത്രയും വേഗം മാറ്റപ്പെടാം. അതിനപ്പുറത്തേക്ക് പോയാൽ അവിടെയും ഇവിടെയും കോൺഗ്രസ് പാർട്ടിക്ക് ചില സീറ്റുകളും വോട്ടുകളും ഒക്കെ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഹിന്ദു രാഷ്ട്രീയം പൂർണ്ണമായും BJP ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഹിന്ദു വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുമ്പോട്ട് വരുമ്പോൾ സ്വാഭാവികമായും RSSനോടോ BJPയുടെ ഹിന്ദു രാഷ്ട്രീയത്തോടോ എതിർപ്പുള്ളവർ പോലും BJPക്കാരാവുന്ന സാഹചര്യം രൂപപ്പെടും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാകുംഭമേള സംഘപരിവാറിന് വിട്ടുകൊടുത്ത കോൺഗ്രസിന്റെ നിലപാട്. അത്രയും വലിയ ഒരു ഹിന്ദു ഉത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ രാഹുൽ ഗാന്ധി കൂട്ടാക്കിയില്ല. ഹൈന്ദവ ഉത്സവങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും ഒക്കെ BJPക്ക് തീറെഴുതി കൊടുത്ത് ഹൈന്ദവ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ തേരിൽ മുമ്പോട്ട് പോകുമ്പോൾ അത് ചിലപ്പോഴൊക്കെ രാജ്യവിരുദ്ധ രാഷ്ട്രീയമായി മാറാറുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ ആ രാഷ്ട്രീയം വിലപ്പോയെന്ന് വരാം. എന്നാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ആ രാഷ്ട്രീയത്തിന് നിലനിൽപ്പില്ല. കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ തന്നെ നേരിടുന്നു. ബീഹാറിൽ മുഖ്യമന്ത്രിയാകുന്ന നിതീഷ് കുമാറിന്റെ പിന്തുണയോടെയാണ് മോദി സർക്കാർ കേന്ദ്രം ഭരിക്കുന്നതെന്ന് ഓർക്കണം. നിതീഷ് കുമാറിന്റെ പാർട്ടിയെ ഒഴിവാക്കി പോലും BJPക്ക് ഭരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് ഇനി നിതീഷ് കുമാറിന് BJPയോട് വിലപേശുക സാധ്യമല്ല. നിതീഷ് കുമാറിനെ ഭരിക്കാൻ അനുവദിച്ചാൽ മോദിയെ ഭരിക്കാൻ നിതീഷ് കുമാറിനും അനുവദിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ആദ്യത്തെ 10 വർഷം എത്ര ശക്തമായി ഭരിച്ചോ അതേ ശക്തിയോടുകൂടിയായിരിക്കും ഇനി വരാൻ പോകുന്ന 4 വർഷം മോദി ഭരിക്കാൻ പോകുന്നത്. അതിനുശേഷം ജനവിധി വ്യത്യസ്തമാവില്ല എന്ന സൂചന. രാഹുൽ ഗാന്ധി എത്ര വെള്ളം കോരിയാലും എത്ര വിറക് വെട്ടിയാലും ഒന്നും സംഭവിക്കില്ല എന്ന സൂചന ഈ തെരഞ്ഞെടുപ്പ് നൽകുമ്പോൾ കോൺഗ്രസ് പാർട്ടി സമാനതകളില്ലാത്ത തിരിച്ചടിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്നു. കേരളം പോലെ 1-2 സംസ്ഥാനങ്ങളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയെ കോൺഗ്രസിന് വിദൂര ഭാവിയിൽ മാറേണ്ടി വരും. അടിമുടി കോൺഗ്രസ് പാർട്ടി അഴിച്ചുപണത് വിശാലമായ സഖ്യത്തിന് രൂപം കൊടുത്ത് ഹിന്ദുത്വ ആശയങ്ങൾ BJPയുടെ കുത്തകയല്ല എന്ന് പറഞ്ഞ് അത് സ്വീകരിച്ച് ഇപ്പോഴത്തെ തീവ്ര ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ മാത്രമേ കോൺഗ്രസിന് ഇനി പുതിയ തുടക്കമെങ്കിലും കുറിക്കാനാവൂ.